ഹായ്, നമസ്കാരം. ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് നോർക്ക കെയർ ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഒന്നും പറയാനില്ല, കുറെ മുന്നേ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിലവിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നോർക്ക കെയർ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോ, ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തോ, മുമ്പ് വന്നിട്ട് ക്ലോസ് ആയി, നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന് അറിയിക്കണമെന്നുള്ളവര്. മുന്നേ അറിയിച്ചതായിരുന്നു, പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ചെയ്തു, പക്ഷെ ഇനിയും കുറച്ച് ആൾക്കാരും കൂടി കാണാൻ ബാക്കിയുണ്ടെന്നുള്ളതാണ് വീണ്ടും ഒന്നും കൂടി ചെയ്യുന്നത്. നോർക്ക ID കാർഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ നോർക്ക ID കാർഡ് വാലിഡ് ആയിട്ടുള്ള കാലാവധിയുള്ള നോർക്ക ID കാർഡ് ഉള്ളവർക്ക് മാത്രമേ നോർക്ക ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നോർക്ക ഇൻഷുറൻസ് ചെയ്യാൻ ആവശ്യമുള്ള പ്രൂഫുകൾ എന്ന് പറഞ്ഞത് ആകെ നോർക്ക ID കാർഡും പിന്നെ കൂടെ ചേർക്കുന്ന ആളുടെ വൈഫ്, കുട്ടികൾ, ഇനി മാതാപിതാക്കളെ ചേർക്കുന്നുണ്ടെങ്കിൽ അതിലെ ഭാര്യ ഭർത്താവിന്റെ മാതാപിതാക്കൾ ചേർക്കേണ്ട അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അത് കാണിക്കുന്ന ഒരു പ്രൂഫ്, ആധാർ കാർഡോ ജനന സർട്ടിഫിക്കറ്റ്, SLC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൂഫ്, പാസ്പോർട്ട്, എന്തെങ്കിലും ഒരു പ്രൂഫും കൂടി ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നോർക്ക ID കാർഡ് എടുത്ത ആൾക്കാർക്ക് എത്രയും വേഗം തൊട്ടടുത്ത അക്ഷയ സെന്ററിൽ പോയിട്ട് പറഞ്ഞ സ്പോട്ടിൽ തന്നെ ആപ്ലിക്കേഷൻ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് നോർക്ക ഇൻഷുറൻസ് കാർഡ് എടുത്ത് കയ്യിൽ തരും, ലാമിനേഷൻ ചെയ്ത് നിങ്ങളെ കയ്യിൽ തരും. ഓക്കെ അല്ലേ? ഇനി നോർക്ക ID കാർഡ് ഇല്ലാത്തവർക്ക്, അല്ലെ കാലാവധി കഴിഞ്ഞു പോയ ആൾക്കാർക്ക്, നോർക്ക ID കാർഡിന്റെ കാലാവധി 3 വർഷമാണ്. ഇഷ്യൂ ചെയ്ത ഡേറ്റ് കാണിക്കും, എക്സ്പയറി ഡേറ്റ് കാണിക്കില്ല നോർക്ക ID കാർഡിന്റെ മേലെ. അപ്പോൾ ഇഷ്യൂ ചെയ്ത ഡേറ്റ് പ്ലസ് ഒരു 3 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡ് തന്നെ മതി, അത് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി കാർഡ് ഇല്ലാത്തവരോ 2023 24 എടുത്ത ആൾക്കാർക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് തന്നെ ഡേറ്റ് ഉണ്ട്, കൊടുക്കാം. ഓക്കെ, 2024 എടുത്തവർക്ക് കിട്ടും. 2025 2026 ഒക്കെ എടുത്തവർക്ക് 2028 വരെ ഡേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് കിട്ടും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 18 തീയതിയാണ്, സെപ്റ്റംബർ 10 തീയതിയാണ്, അത് മതി. 18 തീയതിക്ക് വെക്കേണ്ട ആവശ്യമില്ല. സെപ്റ്റംബർ 10 തീയതിയാണ് നോർക്ക ID കാർഡിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഒഫീഷ്യൽ സൈറ്റിൽ കാണിക്കുന്നത് 18ആണ്, പക്ഷെ അതിനായിട്ട് കാത്തു നിൽക്കണ്ട. 10 തീയതിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തീരുമാനിച്ചു വെച്ചേക്കാൻ. ഓക്കെ, അപ്പോൾ നോർക്ക ID കാർഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള പ്രൂഫുകൾ എന്ന് പറയുന്നത് പാസ്പോർട്ട്, വിസ പേജ്, പാസ്പോർട്ട് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ബാക്ക്, വിസ പേജ്, ഒരു ഫോട്ടോ, പിന്നെ വേണ്ടത് എന്താണ് നിങ്ങളുടെ സിഗ്നേച്ചർ. പിന്നെ വേണ്ടുന്നത് വിസ പേജ് ഇല്ലാത്ത ആൾക്കാർക്ക് അവരുടെ ID കാർഡ് ഉണ്ടാവില്ല, റെസിഡന്റ് ID കാർഡ്. യെസ്, റെസിഡന്റ് ID കാർഡ്, അവിടുത്തെ ഗൾഫിലുള്ള ഇപ്പൊ നിലവിൽ താമസിക്കുന്ന രാജ്യത്തിന്റെ ID കാർഡ്. ID കാർഡിൽ വാലിഡിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അത് മതി. ആ ഒരു കാർഡ് അറബിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അങ്ങനെ ഉണ്ടായാൽ മതി. ഇനി വാലിഡിറ്റി ഡേറ്റ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുക്കാലബ, അബ്ഷീർ, അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും. ആ ആപ്ലിക്കേഷനിൽ കയറി ഡാറ്റ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് ഡേറ്റ് കാണാൻ പറ്റും. ഇഷ്യൂ ഡേറ്റ്, ID നമ്പർ, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, വിസ നമ്പർ, കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചെന്നാൽ മതി. അത് വെച്ചിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഇത് 3-4 ദിവസം കൂടെ നോർക്ക ID കാർഡ് ഇഷ്യൂ ആവുന്നുണ്ട്. ഇഷ്യൂ ആയി ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ OTP അയച്ചുകൊണ്ട് ഇൻഷുറൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കാം, പേയ്മെന്റ് ചെയ്യാം. നിങ്ങളെ സഹായിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 3000 ചില്ലറ അക്ഷയ സെന്ററുകളുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ടൈമിന് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കയ്യിൽ തരും. ഓക്കെ അല്ലേ? അപ്പൊ എത്രയും വേഗം കാര്യങ്ങൾ നടക്കട്ടെ, നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടട്ടെ. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള ഫാമിലി സിംഗിൾ ഇൻഷുറൻസ് ആണ്. ഇത് സിംഗിൾ ആയിട്ട് എടുക്കാം, ഫാമിലി ആയിട്ട് എടുക്കാം, എങ്ങനെയായാലും. ഓക്കെ, ഓരോന്നും അതിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇത് രണ്ടാമത്തെ ഭാഗം ആയതുകൊണ്ട്, സെക്കൻഡ് ടേം ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്, മൊത്തം പൈസ അടക്കേണ്ടില്ല. കാരണം വെച്ചാൽ 4-5 മാസം കഴിഞ്ഞു, അപ്പൊ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് ബാക്കി എമൗണ്ട് അടച്ചാൽ മതി. വാലിഡിറ്റി ഡേറ്റ് വരുന്നത്, ഇൻഷുറൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് വരുന്നത് ഏപ്രിൽ 14 തീയതിയാണ്. അത് 2027 ഏപ്രിൽ 14 വരെ കാലാവധിയുള്ള ഇൻഷുറൻസ് കാർഡാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക. ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്ത് അഥവാ ഇന്ന് ആപ്ലിക്കേഷൻ ചെയ്ത് പേയ്മെന്റ് ഇന്ന് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം ഈ ഡേറ്റ് മുതൽ, ഇപ്പോൾ ഇന്ന് 24 ഓഗസ്റ്റ് 2026 നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്ത് കാർഡ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 24 തീയതി സെപ്റ്റംബറിലായിരിക്കും ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻഷുറൻസ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും വേഗം നോക്കുക. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു ബോണസ് പോയിന്റ് പറയാം, നിലവിലെ അസുഖങ്ങളും കൂടി ഇതിൽ പരിഗണിക്കും.
പല്ലിൻ്റെയും അതുപോലെ തന്നെ സ്കിന്നിൻ്റെയും ഇത് രണ്ടിനും പിന്നെ പ്രസവത്തിനും ആനുകൂല്യങ്ങൾ കിട്ടില്ല. ബാക്കിയുള്ള ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഇതിന് കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. ഒരുപാട് ആശുപത്രികളിൽ ഒരുപാട് 600-700 ഒരുപാട് ആശുപത്രിയിൽ ഇതിൽ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും, നഷ്ടപ്പെടില്ല, ആൾക്കാർ ഷുവറാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.